കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ഹിയർ. ഈ രാത്രിയിൽ തുടർന്ന് ദൈവവചനം നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യാക്കോബിൻ്റെ ലേഖനം 5-ാമത്തെ അധ്യായത്തിൽ നിന്നും തുടർന്ന് ചില കാര്യങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കാം. ലാസ്റ്റ് വീക്ക് we were discussing from James chapter 5 verses 7 to 11. യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിക്കുവാനായിട്ട് ആരംഭിച്ചത്. ഇന്ന് തുടർന്ന് ആ വേദഭാഗം നമുക്കൊന്ന് ചിന്തിക്കാം. അത് നമുക്ക് പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിൽ തുടരാം. ആ വേദഭാഗം somebody can please read that portion once again. എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. നിങ്ങളും ദീർഘക്ഷമയോടിരിപ്പിൻ. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. കർത്താവിൻ്റെ പ്രത്യക്ഷത സമീപിച്ചിരിക്കുന്നു. സഹോദരന്മാരെ, വിധിക്കപ്പെടാതിരിപ്പാൻ ഒരുവൻ്റെ നേരെ ഒരുവൻ പിറുപിറുക്കരുത്. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചുകൊള്ളുവിൻ. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിൻ്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും കർത്താവ് വരുത്തിയ അവസാനം കണ്ടുമിരിക്കുന്നു. കർത്താവ് മഹാകരുണയും മനസ്സലിവുമുള്ളവനല്ലോ. Praise the Lord. Chapter 5 verse 7 begins, be patient therefore, brothers, until the coming of the Lord. ആ 7-ാമത്തെ വാക്യത്തിലുള്ള ആ therefore എന്നുള്ള പദം മുകളിൽ പറഞ്ഞിരിക്കുന്ന വിഷയവുമായിട്ട് കണക്റ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയും. മലയാളം വേദപുസ്തകത്തിൽ എന്തുകൊണ്ടോ ആ ഒരു കൺജങ്ഷൻസ് പലപ്പോഴും കാണുന്നില്ല. എന്നാൽ ആ പദം നമ്മൾ ആ വേദഭാഗങ്ങൾ മനസ്സിലാക്കുവാൻ നമ്മളെ വളരെ സഹായിക്കുന്നതാണ്. അപ്പോൾ നിശ്ചയമായിട്ടും ആ മുകളിൽ പറഞ്ഞു വന്ന വിഷയങ്ങളുടെ വെളിച്ചത്തിലാണ് യാക്കോബ് ഇവിടെ പറയുന്നത്. ജെയിംസ് വാസ് ടെല്ലിങ് ദം അബൌട്ട് the judgment of the Lord that was going to come upon the wicked rich people who are outside of the church, who were oppressing the believers. വിശ്വാസികളെ ഒപ്രസ് ചെയ്യുന്ന, ദൈവസഭയ്ക്ക് പുറത്തുള്ള ദുഷ്ടരാകുന്ന ധനികരെക്കുറിച്ചുള്ള അവരുടെ മേൽ ദൈവം അയക്കുന്ന ആ ന്യായവിധിയെക്കുറിച്ചാണ് യാക്കോബ് പറഞ്ഞത്. ദാറ്റ് വാസ് എ പ്രോബ്ലം ഇൻ ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദീസ് ബിലീവേഴ്സ് ഫൈൻഡ് ദംസെൽസ് ഇൻ. ആ സാഹചര്യത്തിൽ നിശ്ചയമായിട്ടും അത് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രശ്നത്തിൻ്റെ, അല്ലെങ്കിൽ it was necessary for James to write and encourage them to stand firm in the midst of trials they were going through. അവർ കടന്നുപോയതാകുന്ന ആ പ്രശ്നങ്ങളുടെ നടുവിൽ അവരുടെ ഫോക്കസ്, അവരുടെ കാഴ്ച യാക്കോബ് കൊണ്ടുവരുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു വേദഭാഗം കഴിഞ്ഞ ആഴ്ചയിൽ ഞാനത് പെട്ടെന്ന് ഒന്ന് പറയുകയുണ്ടായി. അത് ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞ് വീണ്ടും മുൻപോട്ട് പോകാം. 1-ാം നൂറ്റാണ്ടിൽ തന്നെ നമ്മൾ വായിക്കുന്നത് they were all, it looks like or it seems or it നമ്മൾ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഈ 1-ാം നൂറ്റാണ്ടിലുള്ള എല്ലാ വിശുദ്ധന്മാരും, വിശേഷിച്ച് പൗലോസ് തുടങ്ങി അവരെല്ലാം തന്നെ കർത്താവിൻ്റെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ they were all talking about the coming of the Lord as the next imminent incident. ഇമ്മിനൻ്റ് ആയിട്ട് ഉടനെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ് ആ സകല വിശുദ്ധന്മാരും അതിനെ കണ്ടത്. എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ആ ഒരു പദപ്രയോഗം നമ്മൾ ഈ യാക്കോബിൻ്റെ ലേഖനത്തിൽ ഇവിടെ നമ്മൾ വായിച്ചാലും നമ്മൾ കാണുന്നത് അത് തന്നെയാണ്. അതായത്
ന്യായാധിപതി വാതിക്കൽ നിൽക്കുന്നു, അവൻ അടുക്ക വാതിക്കലായിരിക്കുന്നു എന്നൊക്കെ ഉള്ളതാകുന്ന പദപ്രയോഗം നമ്മൾ കാണുന്നു. പോൾ തന്നെ പറയുന്നത് ജീവനോടെ ശേഷിക്കുന്ന നാം എന്ന് പറഞ്ഞാൽ ഇറ്റ് ലുക്സ് ലൈക്ക് പോൾ ഇൻക്ലൂഡ്സ് ഹിംസെൽഫ് in the living saints when the Lord Jesus comes. It looks as though they were all so sure about Jesus coming back during their lifetime. It looks like that. But when you read and study the New Testament clearly, that was not the case. In fact, every generation of Christian lives, or every generation of Christian should live with the consciousness or the awareness of the second coming of the Lord that could occur at any time. And every generation of Christian should make decisions and choose values based on that realization. എല്ലാ കാലത്തുമുള്ള എല്ലാ ദൈവമക്കളും കർത്താവിൻ്റെ വരവിൻ്റെ പ്രതീക്ഷയിൽ അല്ലെ ആ പ്രത്യാശയിൽ ജീവിക്കുകയും ആ ഒരു ഈവൻ്റ്, ആ ഒരു സംഭവം അവരുടെ ഇന്നുള്ള ജീവിതത്തിലെ സകല തീരുമാനങ്ങളെയും അത് ബാധിക്കണം. ആ നിലയിലാണ് ദൈവവചനം അതിനെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ അപ്പോസ്റ്റൽസ് were they wrong or were they mistaken? അവർക്ക് തെറ്റുപറ്റിയതാണോ? കർത്താവിന് തെറ്റുപറ്റിയതാണോ? അല്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച അതൊന്ന് വിശദീകരിക്കുകയുണ്ടായി. ഇനി അത് വിശദീകരിക്കാൻ സമയമില്ല. നിങ്ങൾക്കത് ലാസ്റ്റ് വീക്കിലുള്ള റെക്കോർഡിങ്സ് നോക്കിയാൽ ആ കാര്യം വിശദീകരണം കിട്ടും. എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം. സി, ദ സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് എന്നുള്ള കാര്യം സാൽവേഷൻ ഹിസ്റ്ററിയുടെ വി ഷുഡ് പ്ലേസ് ദാറ്റ് in the framework of salvation history, meaning അതിൻ്റെ അർത്ഥം സാൽവേഷൻ എന്നുള്ളത് Christ died, Christ rose again, Christ is coming back. This is the whole story. അപ്പോൾ രക്ഷയുടെ ആ ചരിത്രത്തിൻ്റെ ആ രക്ഷാപദ്ധതിയുടെ ആ ഫ്രെയിംവർക്കിലാണ് സെക്കൻഡ് കമ്മിങ് ഓഫ് ദ ലോർഡ് നമ്മൾ കാണേണ്ടത്. അപ്പോൾ കർത്താവിൻ്റെ മരണം, ഈ ഭൂമിയിൽ കർത്താവ് വന്നു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അടുത്ത കാര്യം കർത്താവിൻ്റെ മടങ്ങി വരവ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇറ്റ് ഈസ് ഇമിനൻ്റ്. അവിടുന്ന് അടുക്ക വാതുക്കലായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സാൽവേഷൻ ഹിസ്റ്ററിയിൽ there is no other event that we should look forward to but the coming of the Lord. രക്ഷാപ്രവൃത്തിയിൽ, അതിൻ്റെ ഹിസ്റ്ററിയിൽ കർത്താവിൻ്റെ കാൽവറി മരണവും അവിടുത്തെ പുനരുത്ഥാനവും ഇതെല്ലാം നടന്നു കഴിഞ്ഞു. ഇനിയും അടുത്ത കാര്യം കർത്താവ് മടങ്ങി വരുന്നു. അപ്പോൾ ഇനി വേറൊന്നും സംഭവിക്കാനില്ലെന്ന്, അതാണ് സംഭവിക്കാനുള്ളത്. ആ അർത്ഥത്തിലാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് ആ മടങ്ങി വരവിനെ എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ് ടോക്സ് അബൌട്ട് ദ ഇമിനൻസ് of the second coming of the Lord, which means there is nothing, absolutely nothing that is on God's calendar than the second coming of the Lord. Nothing else. വേറൊന്നുമില്ല. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. So in this context, since
the second coming of the Lord is a dead certainty. James urges his readers to adopt an attitude of patience, number one. Secondly, they were urged to establish their hearts. And thirdly, they were exhorted not to grumble against each other. ഈ 3 കാര്യങ്ങളാണ് യാക്കോബ് ഈ കർത്താവിൻ്റെ വരവിൻ്റെ ആ ഇമിനൻസ്, ന്യായാധിപതി ആ വാതിക്കൽ നിൽക്കുന്നു, കർത്താവ് മടങ്ങി വരാൻ പോകുന്നു. സോ 3 കാര്യങ്ങൾ. ഒന്നുകൂടെ പറഞ്ഞാൽ, ജെയിംസ് urges his readers to avoid 3 temptations, namely the temptation to be impatient and being tempted to a heart that is not having a set conviction. He is warning against that, and he also urges his readers to avoid grumbling against each other. ഈ 3 കാര്യങ്ങൾ യാക്കോബ് പറയുകയാണ്. And secondly, he urges them to follow with 3 examples of patience and endurance. അതായത് 3 ടെംപ്റ്റേഷൻസ്, പ്രലോഭനങ്ങളെ, കർത്താവിൻ്റെ വരവ് അടുക്ക വാതിക്കലായിരിക്കുന്നു, അതുകൊണ്ട് അവോയ്ഡ് ദീസ് 3 ടെംപ്റ്റേഷൻസ്. പിന്നെ 3 ഉദാഹരണങ്ങൾ തരികയാണ്. എന്തിനു വേണ്ടി? പേഷ്യൻസ് ആൻഡ് എൻഡ്യൂറൻസ്, സഹിഷ്ണുതയെക്കുറിച്ചും ദീർഘക്ഷമയെക്കുറിച്ചുമുള്ളതാകുന്ന 3 ഉദാഹരണങ്ങൾ. എന്തൊക്കെയാണ് ആ 3 ഉദാഹരണങ്ങൾ? ഒന്ന്, ദി ഫാർമർ, സഹിഷ്ണുതയെക്കുറിച്ചും പേഷ്യൻസിനെ കുറിച്ചും, അതായത് ദീർഘക്ഷമ, സഹിഷ്ണുത, ഈ 2 കാര്യങ്ങളെക്കുറിച്ച് യാക്കോബ് പറയുമ്പോൾ അതിന് ഇലിസ്ട്രേറ്റ് ചെയ്യാൻ നമുക്കൊരു മാതൃകയായിട്ട് 3 കാര്യങ്ങൾ അവിടെ പറയുക. ഒന്ന്, കൃഷിക്കാരൻ. 2, ദ പ്രോഫറ്റ്സ് ഹു സ്പോക്ക് ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകൻ. ദേ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് പേഷ്യൻസ് ആൻഡ് എൻഡ്യൂറൻസ്, ജെയിംസ് സേസ്. James takes an agricultural example, the farmer, for patience and endurance. Then he takes the prophets. And thirdly, he takes the example of Job. ഈ 3 എക്സാമ്പിൾസ് അവരുടെ മുൻപിൽ പേഷ്യൻസ് ആൻഡ് എൻഡ്യൂറൻസ്, ദീർഘക്ഷമയെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും, കർത്താവിൻ്റെ വരവിൻ്റെ വെളിച്ചത്തിൽ അവർ ദീർഘക്ഷമയുള്ളവരായിരിക്കണം, സഹിഷ്ണുതയുള്ളവരായിരിക്കണം എന്ന് പറയുവാനായിട്ട് ഈ 3 എക്സാമ്പിൾസും ആ വേദഭാഗത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. ഒന്നാമത് നമ്മൾ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, എന്നാൽ സഹോദരന്മാരെ, കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടിരിപ്പിൻ. ബി പേഷ്യന്റ് therefore brothers until the coming of the Lord. So when James says that we should be patient, we should understand there are so many reasons to be impatient. അവിടെ ദീർഘക്ഷമയോടെ ഇരിപ്പാൻ കഴിയാത്തതാകുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് യാക്കോബ് അതിനെക്കുറിച്ച് പറയുന്നത്. ഈ 2 വാക്കുകൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, പേഷ്യൻസ് ആൻഡ് എൻഡ്യൂറൻസ്, ജെയിംസ് കോൾസ് ഫോർ patience and endurance. These 2 words, when you read the
following verses, these two words are repeated again and again. In other words, these words are the theme of the rest of the verses. In the Bible, patience and endurance, or patience can be distinguished from endurance. Patience means long suffering. An attitude of long suffering is called patience. And we have the attitude of long suffering or patience towards other people. That's what the Bible tells us. For example, 1 Corinthians 13 verse 4, Ephesians 4 verse 2, 1 Thessalonians 5 verse 14. ഈ വേദഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, മലയാളത്തിൽ ഞാൻ പറയാം, ഇംഗ്ലീഷ് ഞാൻ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് മലയാളം മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് അവർക്ക് നമ്മുടെ സംസാര ഭാഷ ചിലപ്പോൾ മനസ്സിലാകുമായിരിക്കും, പക്ഷേ പ്രസംഗങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് ഗ്രാസ്പ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് എൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് അവർ. അതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ ഞാൻ കൂടുതൽ പറയുന്നത്, എങ്കിലും ഞാൻ മലയാളത്തിൽ പറയാം. അപ്പോൾ പേഷ്യൻസ് ആൻഡ് എൻഡുറൻസ് അല്ല, ദീർഘക്ഷമ, സഹിഷ്ണുത. ദീർഘക്ഷമയെന്നുള്ളത് അത് നമ്മുടെ ഒരു മനോഭാവമാണ്, മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ ഉള്ള ഒരു മനോഭാവമായിട്ടാണ് ദീർഘക്ഷമയെ വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. 1 കൊരിന്ത്യർ 13:4, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. നോക്കുക, സ്നേഹം എന്ത് ചെയ്യുന്നു? സോ വെൻ യു ഹാവ് ലവ്, നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറ്റ് ഈസ് ലോങ് സഫറിങ്. ഇഫ് യു ട്രൂലി ലവ് എ പേഴ്സൺ, you will be long suffering towards that patience, towards that person. ആ വ്യക്തിയോട് നമുക്ക് ആ ഒരു ദീർഘക്ഷമയുണ്ടാകും. അതാ സ്നേഹം. പലപ്പോഴും സത്യത്തിലുള്ളതാകുന്ന സ്നേഹം ഇല്ലാത്തതാണ് പല ബന്ധങ്ങളും തകരാറിലാകുന്നതിൻ്റെ വിഷയം. ഫോർ എക്സാമ്പിൾ, സഭയുടെ ഏറ്റവും ചെറിയ യൂണിറ്റായ ഒരു കുടുംബം. സി, എ ഫാമിലി ഈസ് നോട്ട് ബിൽറ്റ് ഓൺ വാട്ട് വി പൊസസ്. അതെന്താ നമ്മുടെ ആൾക്കാർ മനസ്സിലാകാത്തതെന്നാണ് എനിക്ക് അതിശയം. നമ്മുടെ ആൾക്കാർ ഇന്നങ്ങ് ഭയങ്കര നെട്ടോട്ടോ, അതിൻ്റെ ബേസിസിലാണ് കാര്യങ്ങൾ പോകുന്നത്. നീ അത് കൊണ്ടുവരണം, ഞാനിത് കൊണ്ടുവരാം. എന്നാൽ നമ്മുടെ കുടുംബം എന്നുള്ള ചിന്തയില്ലാത്തത് എന്താ? ഒരു വേദഭാഗം ഞാനൊന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുക. എനിക്കറിയാം ഇത് സഭയില്ല, എല്ലാവരും ഇല്ല, എല്ലാവരും ഉള്ളപ്പോൾ പറയേണ്ട കാര്യമാണ്. സഭയോഗത്തിന് ഞാനിത് പറയുന്നുണ്ട്, പറഞ്ഞേ പോകത്തുള്ളൂ. സദൃശ്യവാക്യം 24, 3-4 വാക്യങ്ങളൊന്ന് വായിച്ചേ. വിഷയമല്ല, നമ്മുടെ വിഷയത്തിന് ഞാൻ അല്പം ഡീവിയേറ്റ് ചെയ്യുക, പക്ഷേ ആവശ്യമുണ്ട്. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. വീട് പണിയുന്നത് എന്തുകൊണ്ടാ? നമ്മൾ പറയും കല്ലും മണ്ണും ഇഷ്ടികം കൊണ്ടാന്ന്. എന്നാൽ സദൃശ്യവാക്യത്തിൽ പറയുക, വീട് എന്ന് പറഞ്ഞാൽ ബിൽഡിങ് പണിയാൻ ഇഷ്ടികയും കമ്പിയും ഒക്കെ വേണം. ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ തടി അല്ലേ, തടിയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും. അതുകൊണ്ടാണ് ഇവിടെ കെട്ടിടം പണിയുന്നത്. എന്നാൽ ഭവനം പണിയുന്നത് എങ്ങനെയാ? ജ്ഞാനം കൊണ്ട്. വായിച്ചോ. ജ്ഞാനം കൊണ്ട് ഭവനം പണിയുന്നു, വിവേകം കൊണ്ട് അത് സ്ഥിരമായി വരുന്നു. ഭവനം സ്ഥിരമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാ?
Wisdom. Somebody read in English. Through wisdom a house is built. We have seen what does it mean when the Bible speaks about wisdom. യാക്കോബിൻ്റെ ലേഖനത്തിൽ we have seen it in the 4th chapter. അല്ലേ? വിസ്ഡം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ കണ്ടതാ. അപ്പോൾ it is wisdom, then understanding. Okay, how a home is built. Wisdom, understanding, then knowledge, പിന്നെ so in verse 4, പരിജ്ഞാനം കൊണ്ട് അതിൻ്റെ മുറികളിൽ വിലയേറിയതും. അപ്പൊ കാശാന്നോ മെയിൻ ഇഷ്യൂ? അതാണോ? അല്ല, പൈസ അല്ല മെയിൻ ഇഷ്യൂ. പൈസ അല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. Until and unless we understand this, there will be no real God intended family here. അത് നമ്മൾ മനസ്സിലാക്കണം. Anyway, I'll preach about it in the main sermons. Everyone should hear this. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയേ, പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ it is a quality, it is an attitude that we should have towards other people. That's what the Bible says. അതാണ് 1 കൊരിന്ത്യർ 13:4, എഫേസ്യർ 4:2, 1 തെസ്സലോനിക്കർ 5:14. ഈ വേദഭാഗങ്ങളെല്ലാം നമ്മൾ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ, അല്ലെ ലോങ് സഫറിങ് എന്ന് പറയുമ്പോൾ, ഇറ്റ് ഈസ് എ ക്വാളിറ്റി, ഇറ്റ് ഈസ് എൻ ആറ്റിറ്റ്യൂഡ് ദാറ്റ് വി ഹാവ് ടുവേർഡ്സ് അതർ പീപ്പിൾ. Whereas endurance is the strong, determined fortitude with which we need to face difficult circumstances. Okay. Or to put it simply, we are patient with other people and we endure difficulties. ഇതായത് തമ്മിലുള്ള വ്യത്യാസം. ദീർഘക്ഷമയും സഹിഷ്ണുതയും എന്ന് പറഞ്ഞാൽ, സഹിഷ്ണുതയെന്ന് പറഞ്ഞാൽ it is the strong, determined fortitude with which we need to face difficult circumstances. വളരെ ഉറച്ച്, come what may, I am going to face it. ആ ഒരു തീരുമാനത്തിൽ ദൈവകൃപയിൽ ആശ്രയിച്ച്, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിത സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതിൻ്റെ പേരാണ് സഹിഷ്ണുത. സഹിഷ്ണുത. Romans 8:25, 2 Corinthians 1:6, 2 Thessalonians 1:4. ഈ വേദഭാഗങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇതിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് യാക്കോബ് ഇവിടെ അവരെ ഏർജ് ചെയ്യുന്നതാകുന്ന കാര്യം, സിൻസ് ദ ലോർഡ് ഈസ് കമ്മിങ് ബാക്ക്, കർത്താവ് വരുന്നത് കൊണ്ട് ഡോണ്ട് ബി ഇംപേഷ്യൻറ്റ്. വിത്ത് ഹും ദേ വർ ഇംപേഷ്യൻറ്റ്. Maybe they were impatient because of their circumstance. They were oppressed by the wicked rich. They were so impatient. Lord, why don't you judge them? Why don't you save us? Why don't you come and vindicate? ദൈവമേ, ഒരു പക്ഷേ അവർ ഇംപേഷ്യൻ്റ് ആയിരിക്കുന്നു, അവർക്ക് ദീർഘക്ഷമയില്ലാതായിരിക്കുന്നു. എന്തിനോടുള്ള ബന്ധത്തിലാകാം? ഒരു പക്ഷെങ്കിൽ ദൈവം എന്തുകൊണ്ട്
അവർ ആ പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, അവർ ഈ സങ്കടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ, why doesn't God, why God seems to be silent and inactive at times? എന്തുകൊണ്ട് ദൈവം നിശബ്ദനായിരിക്കുന്നു, ദൈവം ഒന്നും ചെയ്യാതിരിക്കുന്നു? നോക്കണം, ആ 7-ാം വാക്യത്തിൽ ആ therefore എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആകട്ടോ. മലയാളത്തിൽ അത് എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ ആ പദം ഇല്ല. പുതിയ ട്രാൻസ്ലേഷൻസിലുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ മുകളിൽ പറഞ്ഞതുമായിട്ട് അത് കണക്ട് ചെയ്യുക. സിൻസ് they were being oppressed by this wicked rich people, chances are they were impatient with God. And they had a time scale, and God was not operating with that time scale. അവർക്കൊരു ചിന്തയുണ്ട് ഇന്ന നിലയിൽ, കാരണം കർത്താവ് വരുമെന്ന് പറഞ്ഞേക്കല്ലേ. Then why don't you do something about this? He needs to do something, and immediately they may be impatient with God, or they may be impatient with the source of injustice, and they may be at the verge of taking things in their own hands. This has happened in the history of the church. ഇത് ദൈവസഭയുടെ ചരിത്രത്തിൽ പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പം അനുഗ്രഹിക്കപ്പെട്ട ദൈവഭൃത്യന്മാർ they took things in their own hands, being impatient. How many of you have heard of Dietrich Bonhoeffer? How many of you have heard Dietrich Bonhoeffer? Yeah, Jaden. You know who he was? Yeah, can you tell me? Yeah, he was a missionary. He was a preacher in Germany when Hitler was organizing all this persecution of the Jews and so on. You read that. How many of you have read the book Cost of Discipleship? Nobody? Oh, we should read something. Cost of Discipleship. അത് മലയാളത്തിൽ ആ പുസ്തകമുണ്ട് കേട്ടോ. അതിൻ്റെ ടൈറ്റിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മലയാളത്തിൽ അതിൻ്റെ ടൈറ്റിൽ വരിക ക്രൂശിക്കപ്പെടുക. ലൈബ്രറിയിലുണ്ടല്ലേ? ലൈബ്രറിയിലുണ്ട്. പുസ്തകങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്, എടുത്ത് വായിക്കണം. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്, വെരി ബ്യൂട്ടിഫുൾ ബുക്ക്. ഇച്ചിരി സീരിയസ് റീഡിങ്ങാണ്. ആ റീഡിങ് ഇഷ്ടമുള്ളവർക്കേ അത് ദഹിക്കത്തുള്ളൂ, അത് വേറൊരു വിഷയം. പക്ഷേങ്കിൽ മനോഹരമാകുന്നൊരു പുസ്തകം. ഓക്കെ, ഞാൻ സംസാരിക്കാൻ വന്നത് ഡിട്രിക് ബോൺഹോഫറിനെ കുറിച്ചാണ്. ഡിട്രിക് ബോൺഹോഫർ വാസ് ഒരു എന്താ പറയുന്നത്, ഒരു നോബിൾ ഫാമിലി ജനിച്ചു വളർന്നയാളാണ്. അദ്ദേഹത്തിന് ആ ഫാമിലി ജനിച്ചതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് പ്രിവിലേജസ് ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഹിറ്റ്ലറിൻ്റെ ആ തേർഡ് റൈക്ക് എന്ന് പറയുന്ന ആ സംവിധാനത്തിനെതിരെ അദ്ദേഹം എതിർക്കാൻ തുടങ്ങി. വെർബൽ എതിർപ്പ് മാത്രമല്ല, he even began to take things into his own hands, and അതായത് തൻ്റെ കൈകളിലേക്ക് കാര്യങ്ങളെടുത്ത് അതിനെക്കുറിച്ച് പറയുന്നത് വി ഡോണ്ട് നോ എന്ത് സംഭവിച്ചു എന്നറിയത്തില്ല. ഹി പ്ലോട്ടഡ് എഗൻസ്റ്റ് ഹിറ്റ്ലർ ടു കിൽ ഹിം. അതാണ് അദ്ദേഹത്തെ കുറിച്ച്. പക്ഷേ ഹിസ് റൈറ്റിംഗ്സ്, ഹി വാസ് ട്രൂലി എ ചൈൽഡ് ഓഫ് ഗോഡ്, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. പക്ഷെങ്കിൽ when he saw the injustice being done, he couldn't control himself. He took things into his own hands. But James is warning against that. മനസ്സിലാക്കണം. നമ്മൾ ആ ഒരു ഇംപേഷ്യൻസിനെ, ഞാനത് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഡിട്രിക് ബോൺഹോഫറിനെ കുറിച്ച് നിങ്ങൾക്ക്
എനിക്ക് തോന്നുന്നത് ഒത്തിരി ഡോക്യുമെൻ്ററീസൊക്കെ യൂട്യൂബിലൊക്കെ അടുപ്പുണ്ട്, ഒന്ന് വാച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ചുമ്മാ ഈ റീൽസും ഒക്കെ കണ്ടുകൊണ്ട് സമയം കളയാതെ ഇതുപോലുള്ള നല്ല ഡോക്യുമെൻ്ററീസൊക്കെ കാണുന്നത് നല്ല, നമുക്കത് ഒത്തിരി പ്രയോജനപ്പെടും. ഓക്കെ, എനിവേ, അപ്പോൾ ഈ ദൈവമക്കൾ ഒരു പക്ഷേ അങ്ങനെയുള്ള ഇംപേഷ്യൻസ് അവർക്കുണ്ടായിരിക്കും. ദറ്റ് ഗോഡ് ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ്, ഗോഡ് സീംസ് ടു ബി ഇൻആക്റ്റീവ്, സോ മച്ച് ഇൻജസ്റ്റിസ് ഈസ് ബീങ് ഡൺ, ഗോഡ് ഡസൻറ്റ് ഡു എനിത്തിങ്. ദേ മേ ബി തിങ്കിങ്. ഒരു പക്ഷേ അതായിരിക്കാം അവർ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഇംപേഷ്യൻസ് ഇത് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ രണ്ട് കാര്യങ്ങളാണ് അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നത്. എയ്തർ ഇംപേഷ്യൻസ് പ്രൊഡ്യൂസസ് ആങ്കർ, എയ്തർ ഇറ്റ് പ്രൊഡ്യൂസസ് ആങ്കർ ഓർ ഇറ്റ് പ്രൊഡ്യൂസസ് ആപ്പതി. ഒന്നുകിൽ ഈ ദീർഘക്ഷമയില്ലായ്മ, അക്ഷമരായി തീർന്നാൽ വലിയ കോപം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു നിസ്സംഗത, ഇൻഡിഫറൻസ്, ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ഇറ്റ് ഹാപ്പൻ, ഇങ്ങനെ ആയിപ്പോയി. നോ, യാക്കോബ് പറയുന്നതല്ല. നോ, ഇത് രണ്ട് കാര്യമല്ല പറയുന്നത്. അങ്ങനെയായി ഈവൻ പീപ്പിൾ ബിക്കം ഡിസ്ബിലീവിങ്, ഇല്ലേ? ചിലപ്പം അങ്ങനെ ഇംപേഷ്യൻ്റായിട്ട് അവിശ്വാസികളായി തീരുന്നൊരു ഘട്ടത്തിലോട്ട് വരെ അവിടെ പോകും. നമ്മളിത് വായിക്കുന്നുണ്ട് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ, അല്ലേ? ദ ഫേമസ് സാം നമ്പർ 73, ഇല്ലേ? എനിക്ക് എങ്ങനെയാണ് തുടങ്ങുന്നത്? എനിക്ക് ആ ദുഷ്ടന്മാരുടെ സൗഖ്യം കണ്ടിട്ട് അഹങ്കാരികളോട് അസൂയ തോന്നി എന്നൊക്കെ പറഞ്ഞാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, അല്ലേ? അപ്പോൾ എന്നാൽ യാക്കോബോട് പറയുന്നത് എന്നാ? യാക്കോബ് പറയുന്നത് the attitude that God's people must adopt, it includes a resignation in the face of suffering along with confident expectation of a day when the fortunes of this life will be reversed. അതാണ് പറയുന്നത്. അപ്പോൾ യാക്കോബ് അവരോട് പറയുന്ന കാര്യം ഇതാണ്: നിങ്ങൾ അങ്ങനെ അക്ഷമരാകണ്ട, കർത്താവ് വരുന്നുണ്ടല്ലോ, വലിയ പ്രതീക്ഷയോടെ ജീവിക്ക്. ഇതെല്ലാം ഹീ ഈസ് ഗോയിങ് ടു റൈറ്റ് ഓൾ ദ റോങ്സ്. അതുകൊണ്ട് ലുക്ക് ഫോർവേഡ് ടു ദാറ്റ്. നിങ്ങൾ നിസ്സംഗരായിട്ട് ജീവിക്കണ്ട, നിങ്ങൾ അക്ഷമരാകുകയും വേണ്ട, കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലേക്ക് എടുക്കുകയും വേണ്ട. ദൈവം എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാകുന്ന അക്ഷമ നിങ്ങൾക്കുണ്ടാകണ്ട. പിന്നെ എന്താ? ബിലീവ് that the Lord is coming and he will take care of everything. കർത്താവ് മടങ്ങി വരും, കർത്താവ് സകലത്തെയും അവിടുത്തെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളും. സോ ഫോക്കസ് ഓൺ ദാറ്റ്. അതാണ് യാക്കോബ് ഒന്നാമതായിട്ട് പറയുന്നത്. 2, എസ്റ്റാബ്ലിഷ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. 1 Thessalonians 3 verse 13. So this language of establishing or strengthening your hearts is used in the context of the second coming of the Lord. 1 Thessalonians 3:13. ഒന്ന് വായിച്ചോളൂ. ഇങ്ങനെ നമ്മുടെ കർത്താവായ യേശു തന്റെ സകല വിശുദ്ധന്മാരുമായി വരുന്ന പ്രത്യക്ഷതയിൽ നമ്മുടെ ദൈവവും പിതാവുമായവന്റെ മുൻപാകെ വിശുദ്ധീകരണത്തിൽ അനിന്യരായി വെളിപ്പെടും വണ്ണം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നോക്കുക, let God establish that he may establish your hearts. So God, ദൈവം അതിന് വേണ്ടതാകുന്ന എല്ലാ പ്രൊവിഷൻസും ചെയ്യുന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ അനേക വേദഭാഗങ്ങൾ, എനിക്ക് ഒത്തിരി വേദഭാഗങ്ങൾ തരാനായിട്ടുണ്ട്, എന്നാൽ എല്ലാം വായിപ്പാൻ നമുക്ക് സമയമില്ല. ലൂക്കോസ് 22:32, ലൂക്ക് 22:32, റോമൻസ് 1:11, 16:25, വേറെ ഒത്തിരി വാക്യങ്ങളുണ്ട്. all these passages speak about being firm spiritually in the midst of uncertainties of life. ജീവിതത്തിലെ
അൺസർട്ടനിറ്റീസ്, നമുക്കൊന്നും അറിയത്തില്ല, പക്ഷെങ്കിൽ അതിൻ്റെ നടുവിൽ നമ്മൾ വളരെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാകുന്ന അർത്ഥത്തിൽ ഈ വേദഭാഗത്ത് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവിൻ. That what is commanded then is firm adherence to the faith in the midst of temptations and trials, as they wait patiently for the Lord to return. Believers need to fortify themselves for the struggle against sin and with difficult circumstances. ഇവിടെ യാക്കോബ് പറയുന്നതാകുന്ന ഒരു കാര്യം, അതായത് ജീവിതത്തിലെ വളരെ പ്രയാസകരമാകുന്ന സാഹചര്യത്തിൽ കൂടെ ഇവർ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഇവർ നോക്കി പാർത്തുകൊണ്ട് അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി പ്രതീക്ഷയോടെ ജീവിക്കുമ്പോൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിട്ട് ഈ പാപത്തോടും പ്രയാസങ്ങളോടുമുള്ളതാകുന്ന പോരാട്ടത്തിൻ്റെ നടുവിൽ അവർ ഉറച്ചു നിൽക്കണം എന്നുള്ളതാണ് ഇവിടെ യാക്കോബ് പറയുന്നത്. എന്താണ് സത്യത്തിൽ നമ്മുടെ ഹൃദയത്തെ അസ്ഥിരമാക്കുന്നത്? നമ്മുടെ ഹൃദയത്തെ എപ്പോഴും അസ്ഥിരമാക്കുന്നത് വാട്ട് ബ്രിങ്സ് ആങ്സൈറ്റി ടു അവർ ഹാർട്ട്സ്? നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് ഒരു വലിയ വിചാരം, ഭാവിയെക്കുറിച്ചുള്ള വിചാരം എന്തുകൊണ്ടാണ് വരുന്നത്? അത് വരുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ദ മെയിൻ റീസൺ വൈ വി ആർ being anxious is the eventual outcome of things are uncertain. We don't know what will happen tomorrow. That's the problem. നമുക്ക് നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുന്നില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഹൃദയം ചഞ്ചലിക്കുന്നത്. പക്ഷെങ്കിൽ what James is telling us here is this, that rest your heart on the ultimate certainty that the Lord shall come. യാക്കോബ് പറയുന്ന ഒരു കാര്യം, ഏറ്റവും ഉറപ്പായിട്ടൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കർത്താവ് മടങ്ങി വരും. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ. See, it is the promises of God that will never go away. It is so certain. God's promises are so much strengthening our hearts. നമ്മുടെ ഹൃദയങ്ങളെ സ്ഥിരമാക്കുന്നത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. God's promises. For example, when Paul was his voyage to Rome, we read about that in Acts chapter 27. Dr. Luke, he gives a detailed account of the journey to Rome. And വളരെ വളരെ ഡീറ്റെയിലായിട്ടൊരു കാര്യം പൗലോസിൻ്റെ റോമിലേക്കുള്ള യാത്രയെ ലൂക്ക് അവിടെ പറയുന്നുണ്ട്. ആക്സ് ചാപ്റ്റർ 27, ആക്സ് 27. അപ്പോൾ അത് പറയുമ്പോൾ പോളിൻ്റെ ഒരു വലിയ കോൺഫിഡൻസ് അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. വി റീഡ് അബൌട്ട് പോൾസ് കോൺഫിഡൻസ്. വാട്ട് വാസ് ഹിസ് കോൺഫിഡൻസ്? ചാപ്റ്റർ 27 വേഴ്സ് 20. വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റ് അടിച്ചുകൊണ്ടും ഇരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെയും അറ്റുപോയി. അവർ വളരെ പട്ടിണി കിടന്ന ശേഷം പൗലോസ് അവരുടെ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞത്, പുരുഷന്മാരെ, എൻ്റെ വാക്കനുസരിച്ച് ക്രേത്തയിൽ നിന്നും നീക്കാതെയും ഈ കഷ്ടനഷ്ടങ്ങൾ സമ്പാദിക്കാതെയും ഇരിക്കേണ്ടതായിരുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടെ ഇരിപ്പാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. എങ്കിലും ഇപ്പോൾ ധൈര്യത്തോടിരിപ്പാൻ. What made him make that statement with such a confidence? അത്ര ഉറപ്പിൽ ആ ഒരു കാര്യം പറയാൻ പൗലോസിനെ പ്രേരിപ്പിച്ച സംഗതി എന്നാ? ഒറ്റ ഒരു കാര്യമാണ്. ഏത് കാര്യമാണെന്നറിയാമോ? ആക്സ് 23:11. ആക്സ് 23:11.
രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന്, ധൈര്യമായിരിക്ക, നീ എന്നെക്കുറിച്ച് യെരൂശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്ന് അരുളിച്ചെയ്തു. That was the promise. ആ പ്രോമിസ് ആണ് പോളിനെ ഇത്ര സൂര്യനെയും ചന്ദ്രനെ, they couldn't see sun or stars or moon for so many days, at least 2 weeks. And even in the midst of that, Paul says, don't worry, cheer up. How was he so confident about that? Because he knew the eventual outcome, because the Lord had told him so. ഇല്ലേ? കർത്താവ് പൗലോസിനോടൊരു കാര്യം പറഞ്ഞു. എന്താ? നീ റോമില് എന്നെക്കുറിച്ച് സാക്ഷീകരിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് പൗലോസിന് പേടിയില്ല. സോ ഇത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് അവർ, നമ്മൾ എന്തുകൊണ്ടാണ് യാക്കോബോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയം സ്ഥിരമാക്കുവീൻ എന്ന് പറയുന്നത്? അതിൻ്റെ കാരണം, യു നീഡ് ടു റെസ്റ്റ് യുവർ ഹാർട്ട് ഇൻ ദ അൾട്ടിമേറ്റ് സർട്ടൻറ്റി, ആൻഡ് ദ വേ ടു ഹാൻഡിൽ ദിസ് ഈസ് ടു ലുക്ക് ടു ദാറ്റ് വിച്ച് ഈസ് അബ്സല്യൂട്ട്ലി സർട്ടൻ. അപ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ സ്ഥിരമാക്കുവാൻ യാക്കോബോട് പറയുകയാണ്, എവിടെയാണ് നമ്മുടെ ഹൃദയം ഉറപ്പിക്കേണ്ടത്? യാതൊരു സംശയവുമില്ലാതെ സമ്പൂർണമായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മടങ്ങി വരും. നമ്മുടെ കർത്താവ് മടങ്ങി വരും എന്നുള്ളതാണ്. ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് all the problems that we face, that the Lord will come back. The Lord will come back. അല്ലേ? അതുകൊണ്ടാണ് ഹീബ്രൂസ് ചാപ്റ്റർ 10 ബിഗിനിങ് വിത്ത് 35 അവിടെ നമ്മൾ വായിക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. ആരായി വരുവാനുള്ളവൻ? വരുവാനുള്ളവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായ വിശ്വാസികൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ആരാ വരുവാനുള്ളവൻ. കാരണം ജോൺ ദ ബാപ്റ്റിസ്റ്റ് തടവിലായപ്പം ദൂതന്മാരെ കർത്താവിൻ്റെ അടുക്കലേക്ക് അയച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു, വരാനുള്ളവൻ നീയാണോ? വരാനുള്ളവൻ. അപ്പോൾ വരുവാനുള്ളവൻ അവിടുത്തെ ഒന്നാമത്തെ അപ്പിയറൻസ് നിശ്ചയമായിട്ടും സംഭവിച്ചല്ലോ. എന്നാൽ അതിൻ്റെ ശേഷമാണ് എബ്രായ ലേഖനം എഴുതുന്നത്, വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. വരുവാനുള്ളവൻ വരുമെന്നേ. സിൻസ് ഹി ഹാസ് കം ഫോർ ദ ഫസ്റ്റ് ടൈം. അവിടുന്ന് ഒന്നാമത് വന്നല്ലോ. അവിടുന്ന് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തല്ലോ. എന്നാൽ ഒന്നാമത് വന്നെങ്കിൽ തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്, അതിലാണ് നമ്മുടെ ആ ഹൃദയങ്ങളെ നമ്മൾ ഉറപ്പിക്കേണ്ടത്. മൂന്നാമതായിട്ട് പറയുകയാണ്, ഇൻ ദ മീൻ ടൈം ഡു നോട്ട് ഗ്രംബിൾ എഗൻസ്റ്റ് വൺ അനദർ. ദിസ് ഹാപ്പൻസ് ഓൾ ദ വൈൽ. കാരണം കർത്താവ് പറഞ്ഞ ഒരു ഉപമ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. ഒരാളെ യജമാനൻ ആക്കി വെച്ച് പോയി, എന്തോ ചെയ്യണം, എല്ലാം നന്നായിട്ട് ചെയ്തോണം എന്നെല്ലാം പറഞ്ഞ് ആക്കി വെച്ച് പോയി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അയാളെന്തോ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ളവരെ ഉപദ്രവിക്കാനും പിന്നെ അതെല്ലാം മിസ്യൂസ് ചെയ്യാനും ഒക്കെ തുടങ്ങി. അതിൻ്റെ പറഞ്ഞ കാര്യം എന്തുവാ? യജമാനൻ ഇപ്പോഴെങ്ങും വരികയില്ല, ഹി വിൽ കം എ ലോങ് ടൈം. പക്ഷെ കർത്താവ് പറഞ്ഞ എന്നാ, ബട്ട് ഹി വിൽ കം ഓൺ എ ഡേ വിച്ച് ഹി ഡസൻറ്റ് എക്സ്പെക്റ്റ്. അല്ലേ? അത് തന്നെയാണ് കർത്താവ് പറയുന്നത്. സോ ഡോണ്ട് തിങ്ക്, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതുപോലെ ഏതാണ്ട്
ഒരു സഭയിലെ ജനറൽ ബോഡിക്ക് ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞപ്പോൾ, സഹോദര ഒന്ന് അടങ്ങുന്നൊക്കെ പറഞ്ഞപ്പോൾ, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ കർത്താവ് ഇതുവരെ വന്നില്ലല്ലോ. ബട്ട് വാട്ട് ഡസ് ദ ബൈബിൾ സേ? ഡോണ്ട് ഗ്രംബിൾ, ഡോണ്ട് ഗ്രംബിൾ. അപ്പോൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ, എസ്പെഷ്യലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് സിൻഫുൾ, especially James is dealing with the problem of sinful speech. And in that context, യാക്കോബ് പറയുന്ന കാര്യം എന്താ? ഡു നോട്ട് ഗ്രംബിൾ അഗെൻസ്റ്റ് ഈച്ച് അതർ. കാരണം ഗോഡ് ടേക്സ് ഗ്രംബ്ലിംഗ് സീരിയസ്ലി. ദൈവം ഇത് വളരെ ഗൗരവത്തിൽ എടുക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് എസ്പെഷ്യലി ഇൻ എഫേഷ്യൻസ് ചാപ്റ്റർ 4:2 പോൾ ലിങ്ക്സ് പേഷ്യൻസ് വിത്ത് ദ നീഡ് ടു bear with one another in love. And also in 1 Thessalonians 5:14-15, we need to refuse to pay back wrong for the wrong. അല്ലേ? ദോഷത്തിന് പകരം എന്ത് ചെയ്യരുത്? ദോഷം ചെയ്യരുത്. 1 Thessalonians 5:14 and 15. In Ephesians 4:2, bear with one another in love. Paul speaks that in the context of patience, with humility and gentleness, with patience, bearing with one another in love. So, Paul is telling us that, James is telling us that do not grumble. Why? Because, behold, the judge is standing at the door. That is why. The judge is standing at the door. In other words, James is encouraging the believers, be patient. The judge is coming. He will judge the wicked. That is there for sure. But at the same time, he will judge also the believers. Believers also will be judged. And that is why in the context of do not grumble against one another, brothers, so that you may not be judged. Behold, the judge is standing at the door. Okay? അപ്പോൾ ദുഷ്ടന്മാരെ അവരുടെ മേൽ വലിയ ശിക്ഷ നടപ്പാക്കാൻ മാത്രം വരികയല്ല കർത്താവ് ചെയ്യുന്നത്. In the light of his coming, don't grumble. Don't grumble. എന്ത് ചെയ്യണം? നമ്മൾ പേഷ്യൻ്റ് ആയിരിക്കണം. ഓക്കെ, നൗ പെട്ടെന്ന് 10 minutes കൂടെ ഉണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ആ 3 temptations, these 3 temptations to be avoided, but there are 3 examples to follow. Number 1, the illustration. The first illustration that James gives is of a farmer. Farmer is a very good illustration. അതിൻ്റെ കാര്യം എന്നാ? കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മഴയും, ദ ഓട്ടം റെയിൻസ് ആൻഡ് ദ സ്പ്രിംഗ് റെയിൻസ്, അല്ലേ? ഓട്ടം റെയിൻസ് ആൻഡ് സ്പ്രിംഗ് റെയിൻസ്. ഓട്ടം റെയിൻസ് ആണ് അത് വിത്ത് വിതയ്ക്കുന്ന സമയം. ഭയങ്കര ഹാർഡ് വർക്കാണ്. വളരെ പ്രത്യേകിച്ച് ആ മിഡിൽ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റിൽ നമ്മളത് കാണണം. ഒരു ഫാർമർ കൃഷിസ്ഥലം ഒരുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കാണ്. അതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് ഓട്ടം റെയിൻസ്, മുൻമഴ. അത് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂട്രോണമി നമ്മൾ വായിക്കുന്നുണ്ട്. ആ സമയത്ത് ആ മഴയൊക്കെ ഞാൻ തരുമെന്ന് പറയുന്നു. അതെല്ലാം ആ ഒരു അഗ്രികൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ അവരുടെ ആ ഫിസിക്കൽ ബ്ലെസ്സിങ്ങിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ആ കാര്യമാണ് ഒരു പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയാൻ ജെയിംസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ദ സെയിം തിങ് ഓഫ് ദ പ്രോമിസ് ഓഫ് ഓട്ടം ആൻഡ് സ്പ്രിംഗ് റെയിൻസ് വിച്ച് ഈസ് ഗിവൺ ടു ദ പീപ്പിൾ ഓഫ് ഇസ്രയേൽ ഇൻ ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി.
And that was part of the blessing that God had given them. And James uses the same illustration of these things, the illustration of a farmer, because farming was such a difficult task in those areas, in those days, until and unless they were given the autumn rain to sow the seed, and then they wait. And there will come a time, the spring rain, which will mature the crops. അതായത് കൃഷിക്കാരൻ വിത്ത് വിതയ്ക്കാൻ വേണ്ടി മുൻമഴയ്ക്ക് വേണ്ടി കാത്തു നിൽക്കും. അത് വിത്ത് വിതച്ച ശേഷം പിന്നെന്ത് ചെയ്യണം? പിന്മഴയ്ക്ക് വേണ്ടി അവൻ അവനറിയാം അതിൻ്റെ സമയമാകുമ്പോൾ ആ പിന്മഴ, ആ വിതയ്ക്കപ്പെട്ടതാകുന്ന വിത്ത് വളർന്ന് വലുതായി അത് മെച്വറാകുന്നത് ആ മഴയോടുകൂടിയാണ്. അതിനുവേണ്ടി അവൻ വളരെ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു ഇലുസ്ട്രേഷൻ എടുത്തിട്ട് യാക്കോബ് പറയുക, യു ബി പേഷ്യൻറ്റ്. ജസ്റ്റ് ആസ് എ ഫാർമർ വെയിറ്റ്സ്, വി നീഡ് ടു വെയിറ്റ് കോൺഫിഡൻ്റ്ലി ഫോർ ക്രൈസ്റ്റ് റിട്ടേൺ. അതുപോലെ ആയിരിക്കണം ഒരു ദൈവഭക്തൻ കർത്താവിൻ്റെ മടങ്ങി വരവിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കേണ്ടത്. സെക്കൻഡ്ലി, നമ്മൾ 10ാമത്തെ വാക്യം, ദ പ്രോഫറ്റ്സ് ഓഫ് ഗോഡ്. സഹോദരന്മാരെ, കർത്താവിൻ്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിനും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു കൊള്ളുവീൻ. James says, take the prophets as an example who truly spoke in the name of the Lord. Why James says they spoke in the name of the Lord? Because there were prophets, they pretend to speak in the name of the Lord, but they were false prophets. But people, as always, liked false prophets. Read all through the Old Testament. There was never a prophet of the Lord who spoke in the name of the Lord who was not disliked by the people. Read the whole history of the Old Testament. പഴയ നിയമത്തിൽ യഹോവയുടെ നാമത്തിൽ വിശ്വസ്തയോടെ സംസാരിച്ച സകല പ്രവാചകന്മാരെയും ജനം വെറുത്തു. വായിച്ചു നോക്ക്. Show me one prophet who was not disliked by the people in the Old Testament. You will not find one. You will not find one. All the prophets of God who truly spoke in the name of the Lord was persecuted. That's what the Bible says. But the false prophets who pretended to be speaking, അതായത് യഹോവയുടെ നാമത്തിൽ സത്യമായി സംസാരിച്ച സകല പ്രവാചകന്മാരെയും ജനം വെറുത്തിരുന്നു. എന്നാൽ യഹോവയുടെ നാമത്തിൽ എന്ന വ്യാജേന സംസാരിച്ച ഒത്തിരി പ്രവാചകന്മാരുണ്ടായിരുന്നു. അവരെയെല്ലാം ജനത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. People were telling them, tell us more of this material. ഇത് ഞങ്ങൾക്ക് ഇന്നും അത് തന്നെയാ. The true prophets of God who spoke in the name of the Lord were never ever popular. Read the whole history. They were never ever popular. They were not raising huge crowds. They were saying what God told them to say. And as a result, these prophets who spoke in the name of the Lord are classic examples of patience and endurance. മനസ്സിലാക്കണം, ഇവരാരും തന്നെ വലിയ പോപ്പുലർ അല്ലായിരുന്നു. യഹോവയുടെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരാരും പോപ്പുലർ അല്ലായിരുന്നു. അതുകൊണ്ട് യാക്കോബ് പറയുക, അവരാണ് സഹിഷ്ണുതയ്ക്ക് എന്താണ് ദൃഷ്ടാന്തം.
മനസ്സിലായോ? സഹിഷ്ണുതയ്ക്ക്. കാരണം they went through so much. They went through so much. Just think about Elijah. Just think about Jeremiah. ജെറമായെ കൂടി വായിച്ചിട്ടുണ്ടോ? ജെറമായുടെ പുസ്തകം വായിച്ചു നോക്കിയാൽ മതി. ഒരു സമയത്ത് പറഞ്ഞു, അയ്യോ ഇനി ഞാൻ സംസാരിക്കത്തേയില്ല നിന്റെ നാമത്തിൽ. അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞു, ബട്ട് ഹൗ ക്യാൻ ഐ കീപ് ക്വയറ്റ് സിൻസ് യുവർ വേർഡ് ഈസ് ബേണിംഗ് ആസ് എ ഫയർ ഇൻ മൈ ബോൺസ്. അല്ലേ? ഒരു സമയത്ത് സിംപ്ലി റീഡ് ജെറമായ ചാപ്റ്റർ 38, 38-ാം അധ്യായം മാത്രം വായിച്ചു നോക്ക്. അയ്യോ കടന്നുപോയ പൊട്ടക്കണ്ണറ്റിലിട്ടു, അവിടെ കിടന്ന് യാകാൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് കരയറ്റി, വേറൊരു എന്തെല്ലാം കഷ്ടതയിൽ കൂടെ കടന്നുപോയി ഇല്ലേ? ബട്ട് ദീസ് prophets, in spite of the sufferings they went through, they were faithful to the message that was given by their Lord, and they endured. They endured. 1 Kings chapter 18 വായിച്ച് നോക്കിയാൽ എലീജയെക്കുറിച്ച് നമുക്കറിയാം. Jeremiah 38, go and read. Amos chapter 7, ഒന്ന് രാജാക്കന്മാർ 18, എലൈജ ഏലിയാവിനെ കുറിച്ച് അറിയാം. Jeremiah 38, ആമോസ് 7. നമ്മുടെ കർത്താവ് എന്നാ പറഞ്ഞ? മാത്യു 5, 11 and 12 വായിച്ചോളൂ പെട്ടെന്ന്, എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. 2 or 3 minutes. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ചില കാര്യങ്ങളൂടെ പറയണം. അത് ഇന്ന് സമയമില്ല, അടുത്ത ആഴ്ച പറയാം. ഓക്കെ. എന്റെ നിമിത്തം നിങ്ങളെ പഴിക്കുകയും ഉപദ്രവിക്കുകയും നിങ്ങളെ കൊണ്ട് എല്ലാ തിന്മയും കളവായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതാകൊണ്ട് സന്തോഷിച്ചുല്ലസിപ്പിൻ. നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും. കർത്താവ് എന്നാ പറഞ്ഞേ? നിങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ അങ്ങനെ തന്നെ ഉപദ്രവിച്ചുവല്ലോ. അങ്ങനെ എന്ന് പറഞ്ഞാൽ സകല പ്രവാചകന്മാരെയും, every prophet who spoke in the name of the Lord, they suffered so much and they endured. So look to those prophets. That's what James says, as an example of endurance and patience. അല്ലേ? ദീർഘക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ദൃഷ്ടാന്തമായിട്ട് അവരെ നോക്ക്. ഇനി ഒരു വാക്യം കൂടെ വായിച്ചോ. ആക്ട്സ് 7:52. സ്തെഫാനോസ് എന്നാ പറയുന്നേ അവിടെ? ആക്ട്സ് 7:52. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാൻ. ഞാൻ എന്തുകൊണ്ടാണ് മുമ്പേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ മനസ്സിലായോ? There was never a prophet who suffered because he spoke in the name of the Lord. Never. That's what the Bible says. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. Was there ever a prophet your ancestors did not persecute? Okay. അപ്പോൾ prophets who spoke in the name of the Lord as good examples of endurance and patience, James says. മറ്റൊന്ന്, look at Job, ഇല്ലേ? Verse 11. സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാർ എന്ന് പുകഴ്ത്തുന്നു. ഇയ്യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും. ഇയ്യോബിന്റെ സഹിഷ്ണുത തന്നെ, even when he didn't know what was going through, he endured. The Lord gave, the Lord has taken away. കർത്താവ് യഹോവ തന്നു, യഹോവ എടുത്തു. അവൻ്റെ നാമം. ലുക്ക് അറ്റ് ജോബ്. സോ ഈ 3 എക്സാമ്പിളാണ് in the light of the coming of the Lord. We will talk something about the second coming of the Lord in this context next week. സത്യത്തിൽ ഇന്നത് പറയണമെന്ന് ഞാൻ ഓർത്ത് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുക. എന്നാൽ അതിനു മുമ്പേ കർത്താവ് വന്നാലോ? Let us all be ready. നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധാനത്തിൽ നമ്മൾ ഒന്ന് സമർപ്പിക്കാം. നമ്മൾ സെറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുക.
നമുക്കതിനായിട്ടൊരു സമർപ്പണം ഉണ്ടാകട്ടെ. കാരണം ദ നെക്സ്റ്റ് തിങ്, വേറൊന്നും നോക്കിയിരിക്കേണ്ട, വേറെ അടയാളങ്ങളൊന്നും നിവൃത്തിയാകുന്ന ഒന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദ നെക്സ്റ്റ് തിങ് ഓൺ ഗോഡ്സ് കലണ്ടർ ഈസ് ഹിസ് കമ്മിങ്. ദാറ്റ് ക്യാൻ ഹാപ്പൻ എനി ടൈം. May God bless us. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു.